യോഗിയുടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള പോലീസ് കേരളം ഉഴുതുമറിക്കാൻ വരുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും പുതിയ വിവരം. കാരണം ഇത് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ജൂൺ 28, ഇന്ന് ജൂലൈ 1 ഉള്ളൂ. 3 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കാത്ത, കാണാത്ത അതിദയനീയമായ, അതിഭീകരമായ ഒരു പെൺകുട്ടിയുടെ അനുഭവം. ഉത്തർപ്രദേശിലെ ലിൽഹട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമം. അവിടെ ഒരു പെൺകുട്ടി, 15 വയസ്സുള്ള പെൺകുട്ടി. 15 വയസ്സുള്ള പെൺകുട്ടി തൊട്ടടുത്ത വീട്ടിലെ കല്യാണത്തിന് പോയി. കല്യാണത്തിൻ്റെ തലേദിവസം പോയി. തലേദിവസം ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ പെൺകുട്ടിയെ പിന്നീട് കണ്ടില്ല. പെൺകുട്ടിയെ കാണാതായി. അങ്ങനെ പെൺകുട്ടിയുടെ അമ്മ ഫുൽപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത്, ഈ കല്യാണ വിരുന്നിന് തലേന്ന് പോയ പെൺകുട്ടിയെ ആ വിവാഹ വീട്ടിൽ വെച്ച് ഖൽകാഷ ബാനോ എന്ന് വിളിക്കാം, ബാനോ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീ പരിചയപ്പെട്ടു. ഈ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചു. അവൾക്ക് കുറച്ച് പണം കൊടുത്തിട്ട് പറഞ്ഞു, ഇസ്ലാം അതിമനോഹരമായൊരു മതമാണ്, ആ മതത്തിലേക്ക് നീ വരണം, നിനക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും. ചെറിയ പെൺകുട്ടിയാണ്, 15 വയസ്സുകാരിയെ മധുരപലഹാരങ്ങൾ കൊടുത്ത്, പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് ട്രെയിനിൽ കയറ്റി കൊണ്ടുപോയി എന്നും മാത്രമല്ല, അതിനുശേഷം എവിടേക്ക് കൊണ്ടുപോയെന്ന് ആലോചിക്കണം. കൊണ്ടുവന്നത് കേരളത്തിലേക്കാണ്. ഈ പെൺകുട്ടിയുമായിട്ട് പോകുന്ന സമയത്തൊക്കെ ഇവൾ നിരന്തരം, ഈ സ്ത്രീ ബാനോ ആരെയോ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നു മുഹമ്മദ് കൈഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ വിട്ടു. ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. അപ്പോൾ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പേടിച്ചരണ്ട് ബാനോയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഈ ചെക്കൻ എന്നെ ഇങ്ങനെ ചെയ്തു, എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ ഉടനെ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, ഞാൻ ഒരാളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഒരാളെ വിളിച്ചു പറഞ്ഞു ഡൽഹി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പെൺകുട്ടിയായിട്ട് ഡൽഹി പോയി. ഡൽഹിയിൽ നിന്ന് വീണ്ടും ആ പെൺകുട്ടിയുമായി തൃശ്ശൂരിലെത്തി. ഈ യാത്രയിലുടനീളം ഈ സ്ത്രീ ഒരാളുമായി ഉണ്ടായിരുന്നു. സംസാരിച്ചു കൊണ്ടിരുന്ന ആൾ ആരാണെന്നറിയില്ല. ആളുടെ പേര് പിന്നീട് UP പോലീസ് മനസ്സിലാക്കി. അങ്ങനെ തൃശ്ശൂരിലെത്തിച്ചു. തൃശ്ശൂരിൽ ഈ പെൺകുട്ടിയുമായി വന്നിട്ട്, പെൺകുട്ടിക്ക് സ്ഥലം അറിയില്ല, ഏതോ ഒരു സ്ഥലത്തും ഉണ്ടാക്കി. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെയുണ്ട്. ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നും കൊണ്ടുവന്നിരുന്ന കുറേ 10, 12, 13, 15 വയസ്സുള്ള പെൺകുട്ടികൾ. ആ പെൺകുട്ടികളുടെ കൂടെ താടി നീട്ടി വളർത്തിയ കുറേ ആളുകളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ ആക്കിയിട്ട് ബാനോ തിരിച്ചുപോയി, UPക്ക് പോയി. പക്ഷേ ഈ കേന്ദ്രത്തിൽ എത്തിച്ച പെൺകുട്ടിയെ ഇവർ സമ്മർദ്ദം ചെലുത്തിയിട്ട് നീ മതം മാറണം, നീ ഇസ്ലാം ആവണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പേടിച്ചരണ്ട് അവിടെ കഴിഞ്ഞ പെൺകുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് പേടിച്ചരണ്ട് ഓടിപ്പോയ പെൺകുട്ടി എത്തിച്ചേർന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഭയചകിതയായി കണ്ട ഈ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഇവൾ പ്രയാഗ്രാജ് എന്ന് പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർ പോലീസ് പ്രയാഗ്രാജിലേക്ക് വിവരം അറിയിച്ചപ്പോഴാണ് അവിടെ കാണാതെ പോയ, അവിടെ ACP അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽപ്പെട്ട പെൺകുട്ടിയാണെന്ന് മനസ്സിലാവുന്നത്. ഈ പെൺകുട്ടിയിൽ നിന്ന് കിട്ടിയ വിവരം അറിഞ്ഞ് അപ്പോൾ തന്നെ തൃശ്ശൂർ പോലീസ് എന്ത് ചെയ്തു, ഈ ബാനോ എന്ന് പറയുന്ന സ്ത്രീയെയും മുഹമ്മദ് കൈഫിനെയും അറസ്റ്റ് ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ സ്ത്രീ ബാനോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുടെ പേര് താജ് മുഹമ്മദ് എന്നാണ്. താജ് മുഹമ്മദ് തൃശ്ശൂരാണ് ഉണ്ടായിരുന്നത്. താജ് മുഹമ്മദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പെൺകുട്ടിയെ വിവാഹ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് മുഹമ്മദ് കൈഫിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. മുഹമ്മദ് കൈഫിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കിയത് എന്തിനാണ്? ബലാത്സംഗം ചെയ്യപ്പെടാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇനി അവൾ പോവരുത്. അവളെ സംബന്ധിച്ച് ഒരു റേപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല, ജീവിതം തകർന്നു, ഇനി ഇവർ പറയുന്നത് മാത്രം അനുസരിക്കണം. അപ്പോൾ ബലാത്സംഗം ഒരു ആയുധമാണ്, മതം മാറ്റത്തിനും ആയുധമാണ്, യുദ്ധത്തിലും ആയുധമാണ്. യുദ്ധത്തിൽ മറ്റുള്ളവരുടെ ആത്മവീര്യം നശിപ്പിക്കാൻ വേണ്ടി ശത്രു സൈനികർ ചെയ്യുമെന്ന് പറയാറുണ്ട്. എന്ന് പറയുന്നത് ഇതൊരു യുദ്ധമാണ്, ജിഹാദാണ്. എന്ത് ജിഹാദ്? മതം മാറ്റ ജിഹാദ്. അതിനുവേണ്ടി ഒരു പെൺകുട്ടിയെ പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുവന്നിട്ട് അവളെ ഒരു പുരുഷന് വിട്ടുകൊടുത്ത് ബലാത്സംഗം ചെയ്യിക്കുന്നു. പിന്നെ അവൾ പോകരുത്. പക്ഷേ ഈ പെൺകുട്ടി എന്ത് ചെയ്തു? ഈ പെൺകുട്ടിക്കൊന്നും അറിയില്ലായിരുന്നു. അവളെ പിന്നീട് തൃശ്ശൂർ കൊണ്ടുവന്ന് മതം മാറ്റാൻ വേണ്ടി ഒരു കേന്ദ്രത്തിലെത്തിച്ചു. നമ്മുടെ പോലീസ് എന്ത് ചെയ്തു? നമ്മുടെ പോലീസ് പ്രയാഗ്രാജ് പോലീസിനെ അറിയിച്ചു. പക്ഷേ നമ്മുടെ പോലീസ്
ഈ പെൺകുട്ടി മറ്റൊന്നുകൂടെ പറഞ്ഞു, തൃശ്ശൂർ എന്നെ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ മുറിയിൽ, ആ വീട്ടിൽ നിരവധി പെൺകുട്ടികൾ ഇതുപോലെ ഉണ്ടായിരുന്നു. താടി നീട്ടി വളർത്തിയ കുറേ ആൾക്ക്, തലകെട്ടുകാരും താടി നീട്ടി വളർത്തിയവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെന്നെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചു. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. എന്നെപ്പോലെ വേറെയും പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലീസ് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല എന്നാണ് ഇതുവരെ കിട്ടുന്ന വിവരം. പക്ഷെ പോലീസ് ചെയ്ത ഒരു കാര്യം നമ്മൾ പ്രകീർത്തിക്കാതെ തരമല്ല. അവർ ആ പെൺകുട്ടിയെ കിട്ടിയവരനുസരിച്ച് പ്രയാഗ്രാജിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കഥ മാറിയിരിക്കുന്നു. കഥ മാറി, കളി മാറി. കാരണം UP പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസിനെ പോലെയല്ല. അവർക്ക് ഈ മതം മാറ്റ ലോബിയൊന്നും ഭയമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ വളരെ സീരിയസ് ആയി തീരുമാനങ്ങളെടുത്തു. 3 സംഘങ്ങൾ രൂപീകരിച്ചിരിക്കുകയാണ്. 3 സംഘങ്ങൾ രൂപീകരിച്ചിട്ട് താജ് മുഹമ്മദിനെയും കൂടെയുള്ള സംഘത്തിൽപ്പെട്ടവരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി 3 സ്ക്വാഡുകൾ തീരുമാനിച്ചു എന്നാണ് അവിടുത്തെ DCP ഗുൺപത് പറയുന്നത്. ഏതായാലും പോലീസ് വളരെ സജീവമായ നടപടിയെടുക്കുന്നു. ഇനി UP പോലീസിന് കേരളത്തിലേക്ക് വരണം. കേരളത്തിൽ വന്ന് ഈ പെൺകുട്ടി പറഞ്ഞ തൃശ്ശൂരെ കേന്ദ്രം കണ്ടെത്തണം. പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ പോലീസ് കാണിച്ച ഒരു അനാസ്ഥയുടെ ഭാഗമായി ആ കേന്ദ്രത്തിലെ പെൺകുട്ടികളെയൊക്കെ മാറ്റിയിരിക്കാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ പ്രോംപ്റ്റായിട്ട് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഇവളെ പോലെ, ഈ 15 വയസ്സുകാരിയെ പോലെ എത്ര പെൺകുട്ടികളെ, ഇന്നിപ്പോൾ 28 കഴിഞ്ഞിട്ട് ഇന്ന് 1-ാം തീയതി ആവുന്നുള്ളൂ, 3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് നമ്മുടെ നാട്ടിൽ ചർച്ചയല്ല. ഉത്തർപ്രദേശിൽ നിന്നുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്ത് തൃശ്ശൂരിലെ ഒരു കേന്ദ്രത്തിൽ അടച്ചുപൂട്ടിയിട്ടു, മതം മാറ്റത്തിന് പ്രേരിപ്പിച്ചു. അവിടെ നിരവധി പെൺകുട്ടികൾ വേറെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ റാക്കറ്റല്ലേ? പെൺകുട്ടികളെ കൊണ്ടുവരുന്ന സംഘമല്ലേ? അവരെ കണ്ടുപിടിക്കണ്ടേ? എന്താണ് കേരള പോലീസ് അനങ്ങാത്തത്? ആ സ്ഥലം ഒന്ന് റെയ്ഡ് ചെയ്യാൻ, ഈ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ പോലും നമ്മുടെ പോലീസ് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ പെൺമക്കളുള്ള ആളുകൾ കരഞ്ഞു പോകും. അവിടെ അത് മതം മാറി നിൽക്കട്ടെ. ഒരു പെൺകുട്ടി, ഈ പോലീസുകാർക്ക് മക്കളില്ലേ? റെയ്ഡ് ചെയ്യണ്ടേ? അന്വേഷിക്കണ്ടേ? താജ് മുഹമ്മദിനെ കണ്ടുപിടിക്കണ്ടേ? അതോ ഇനി താജ് മുഹമ്മദിനെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരെ വിമാനത്തിൽ വന്ന് ആരുമറിയാതെ CRPFകാർ പിടിച്ചോണ്ട് പോയതുപോലെ ഉത്തർപ്രദേശ് പോലീസുകാർ പിടിച്ചോണ്ട് പോയി എന്ന് വരാൻ വേണ്ടി കാത്ത്? ഞങ്ങൾക്ക് ഇത് പങ്കില്ല, ഞങ്ങളല്ല കേട്ടോ. കാരണം ഇവർക്ക് ഈ മതം മാറ്റ ലോബിയെയും സംഘടിത മതത്തെയും പേടിയാണല്ലോ. അത് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഞങ്ങൾ തുറന്നില്ല, വേണമെങ്കിൽ നിങ്ങൾ പിടിച്ചോട്ടെ, ഉത്തർപ്രദേശ് പോലീസ് പിടിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഇവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുരുക്കി കൊടുക്കുകയാണ്. ഏതായാലും ഈ താജ് മുഹമ്മദും സംഘവും ഇന്ത്യ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഉത്തർപ്രദേശ് പോലീസ് എല്ലാ വിമാനത്താവളങ്ങളിലും അലേർട്ട് കൊടുക്കാൻ പോകുന്നു എന്നറിയുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇത് ചെറിയ സംഭവമല്ല. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും, ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന സ്ഥലമായി കേരളത്തിൽ തൃശ്ശൂർ മാറിയിരിക്കുന്നു. എന്തല്ലേ മനസ്സിലാവുന്നത്? അതെ. എന്നിട്ട് കേരളം ഞെട്ടിയിട്ടില്ല. കേരളത്തിൽ വാർത്തയല്ല, കേരളത്തിൽ ചർച്ചയല്ല, കേരള പോലീസ് അനങ്ങുന്നില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വിമാനത്താവളങ്ങളിൽ വിവരം കൊടുക്കുന്നു. ഈ താജ് മുഹമ്മദ് എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കാനുള്ള വ്യാപകമായ റെയ്ഡുമായി മുന്നോട്ട് പോകാൻ ഉത്തർപ്രദേശ് പോലീസ് തയ്യാറാവുന്നു. പോലീസ് കേരളത്തിലേക്ക്, UPയിൽ യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് കേരളത്തിലേക്ക് വരാൻ പോവുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു വലിയ നമ്മുടെ മനസാക്ഷിയെ മുറിപ്പെടുത്താൻ, വേദനിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളൊക്കെ. കുട്ടികളെ പീഡിപ്പിക്കുക, അവരെ ഉപദ്രവിക്കുക, അവരെ തട്ടിക്കൊണ്ടുപോകും. ഇത് മതം മാറ്റം മാത്രമല്ലല്ലോ. ഓരോ വീട്ടും ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവരുടെ അമ്മമാരിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു വലിച്ചെടുത്ത് കൊണ്ടുവന്ന് ആ കൊണ്ടുപോകുന്ന പോക്കിൽ റേപ്പ് ചെയ്ത് മതം മാറ്റത്തിന് വിധേയമാക്കുന്ന വൃത്തികെട്ട നികൃഷ്ടമായ ഒരു തരം ജിഹാദ് നടത്തുന്ന ആളുകൾ കേരളത്തിൽ ഇപ്പോഴുമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചെങ്കിലും, ഇസ്ലാമിക തീവ്രവാദ കേന്ദ്രങ്ങൾ സത്യസരണി പൂട്ടിയെങ്കിലും ഇതൊന്നും അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. അത് നമ്മുടെ തൊട്ടടുത്ത് തൃശ്ശൂരുണ്ടായിട്ടും നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയാവുന്നില്ല. നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഉത്തർപ്രദേശിലൊക്കെ വലിയ വാർത്തയാണ്. UPയിലെ പെൺകുട്ടിയെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ തട്ടിക്കൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്ന് മതം മാറ്റാൻ ശ്രമിച്ചു, ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് വടക്കേ ഇന്ത്യൻ പത്രങ്ങളിൽ വാർത്തയാണ്. കേരളത്തിലുണ്ടാവുന്ന ഡാമേജ് എത്ര വലുതാണ് അല്ലേ? നമ്മുടെ ആളുകളെ കാണുമ്പോൾ UPക്കാരും ബാക്കി സംസ്ഥാനത്തുള്ള ആളുകളും ഇപ്പോൾ തന്നെ സംശയത്തോടെ നോക്കിയാണ്. അതിൻ്റെ ആക്കം കൂട്ടാൻ ഇത് സഹായിക്കില്ലേ? അതെ. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധമായിരുന്നു. ഇതൊക്കെയാണ് കേരള സ്റ്റോറിയിൽ പറഞ്ഞത്. പക്ഷേ റിയൽ കേരള സ്റ്റോറി ഇപ്പോൾ സംഭവിച്ചത് 28-ാം തീയതി സംഭവിച്ചിരിക്കുന്നു. 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ടും കേരളം ചർച്ച ചെയ്യുന്നില്ല. നേരെ മറിച്ച് തട്ടിക്കൊണ്ടുപോയത് ഒരു ഹിന്ദു ആണ്,
ഹിന്ദു സംഘടനക്കാരുടെ തടവിലായിരുന്നെങ്കിൽ ഈ കേരളം കീഴ്മേൽ മറിഞ്ഞേനെ. ഏതായാലും യു പി പോലീസ് ഇനി കേരളത്തിലേക്ക് വരികയാണ് ഏത് നിമിഷവും. ഒരുപക്ഷെ യു പി പോലീസ് വന്നു പോകുന്നതും ചിലപ്പോൾ നമ്മളാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ താജ് മുഹമ്മദിനെയും തൃശ്ശൂരിലെ കേന്ദ്രവും ഒക്കെ റെയ്ഡ് ചെയ്ത് അവർ പോകുമ്പോഴായിരിക്കും ഒരുപക്ഷെ കേരള പോലീസും അറിയാൻ പോകുന്നത്. ഏതായാലും വളരെ ഗുരുതരമായ സംഭവമാണ്. നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നമ്മൾ സ്ഥിരം പറയുന്ന പലവയാണ്. നമ്മുടെ പ്രേക്ഷകർ ഒരിക്കൽ കൂടി ആലോചിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.